നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 3 റൂട്ടുകളിലായി 10 ഇലക്ട്രിക് ബസ്സുകൾ. ഷാർജയിൽ ബസ് സർവീസിന് തുടക്കം. UAE-യിൽ രോഗവ്യാപനം തടയാൻ പ്രതിരോധ നടപടി ഉറപ്പാക്കണമെന്ന് ഡോക്ടർമാർ. ദുബായിൽ റോഡിലൂടെ മിന്നൽ വേഗത്തിൽ ചീറിപ്പാഞ്ഞു. കാർ കണ്ടുകെട്ടി ഡ്രൈവറെ പിടികൂടി പോലീസ്. സഞ്ചാരികളുടെ പ്രിയ മണ്ണായി ഖത്തർ. ഈ വർഷം ഇതുവരെ 33 ലക്ഷം സന്ദർശകർ. റെക്കോർഡ് കുതിപ്പ്. നാടും വീടും ശുചിയാകട്ടെ. ലോക ശുചീകരണ ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മുനിസിപ്പാലിറ്റി മന്ത്രാലയം. ആങ്കർ കമ്പനി പവർ ബാങ്കുകൾ തിരിച്ചു വിളിച്ച് സൗദി. ഞങ്ങൾ സ്വപ്നം കാണുന്നു, നേടുകയും ചെയ്യുന്നു. 94ാം ദേശീയ ദിന നിറവിൽ സൗദി. 3 റൂട്ടുകളിലായി 10 ഇലക്ട്രിക് ബസ്സുകൾ. ഷാർജയിൽ ബസ് സർവീസിന് തുടക്കം. പരിസ്ഥിതി സൗഹൃദ ഇലക്ട്രിക് ബസ് സർവീസിന്റെ ആദ്യഘട്ടം ഷാർജയിൽ ആരംഭിച്ചു. തുടക്കത്തിൽ 3 റൂട്ടുകളിലായി 10 ഇലക്ട്രിക് ബസ്സുകളാണ് പ്രവർത്തനം ആരംഭിച്ചത്. UAE-യുടെ കാർബൺ രഹിത പദ്ധതിയായ നെറ്റ് സീറോ 2050 പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായാണ് പദ്ധതിയെന്ന് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. 9 മീറ്റർ വരെ നീളമുള്ള ബസ്സിൽ 41 പേർക്ക് യാത്ര ചെയ്യാം. കാലാവസ്ഥാ മാറ്റത്തിന് അനുസരിച്ച് ബസ്സിനുള്ളിലെ താപനില ക്രമീകരിക്കുന്ന സംവിധാനവുമുണ്ട്. ദുബായ്, അജ്മാൻ, അൽഹംറിയ സിറ്റി എന്നിവിടങ്ങളിലേക്കാണ് 10 ബസ്സുകൾ സർവീസ് നടത്തുന്നതെന്ന് അതോറിറ്റി മേധാവി യൂസഫ് ഖമീസ് അൽ ഒത്മാനി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ഷാർജ. UAE-യിൽ രോഗവ്യാപനം തടയാൻ പ്രതിരോധ നടപടി ഉറപ്പാക്കണമെന്ന് ഡോക്ടർമാർ. രോഗവ്യാപനം കൂടുന്ന തണുപ്പുകാലങ്ങളിൽ പ്രതിരോധ നടപടികളെടുത്ത് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഡോക്ടർമാർ. അണുബാധ കൂടുതലായി കണ്ടുവരുന്നത് തണുപ്പുകാലത്താണ്. പകർച്ചപ്പനിക്കൊപ്പം ആസ്മ, അലർജി തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങൾ കൂടാനും സാധ്യതയുണ്ട്. മൂക്കൊലിപ്പ്, ജലദോഷം, തൊണ്ടവേദന, കഫക്കെട്ട്, ചുമ തുടങ്ങി ന്യൂമോണിയ വരെ ഉണ്ടാകാം. പുകവലിക്കാർക്ക് ശ്വാസമുട്ടൽ കൂടാനും സാധ്യതയുണ്ട്. ഇൻഫ്ലുവൻസ, റെസ്പിറേറ്ററി സിനിഷ്യൽ വൈറസ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ് തുടങ്ങിയ രോഗങ്ങളാണ് കൂടുതലായി കാണുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. വായും മൂക്കും മറയത്തക്ക വിധം മാസ്ക് ഇടുകയും കഴുത്തും ചെവിയും മൂടത്തക്ക വിധം വസ്ത്രം ധരിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ രോഗങ്ങളെ അകറ്റാം. അലർജി ഉള്ളവർ മൂക്കിലും ചെവിയിലും കാറ്റടിക്കാതെ നോക്കണം. കൈകൾ ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം. പ്രായമായവരും കുട്ടികളും തണുപ്പ് ഏൽക്കാത്ത വസ്ത്രം ധരിക്കണം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. ദുബായിൽ റോഡിലൂടെ മിന്നൽ വേഗത്തിൽ ചീറിപ്പാഞ്ഞു. കാർ കണ്ടുകെട്ടി ഡ്രൈവറെ പിടികൂടി പോലീസ്. ദുബായ് റോഡിലൂടെ പറന്ന കാറിന്റെ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. മണിക്കൂറിൽ 220 കിലോമീറ്റർ വേഗത്തിലാണ് തിരക്കേറിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലൂടെ കാർ ചീറിപ്പാഞ്ഞത്. തന്റെ വേഗം ഡ്രൈവർ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ബുധനാഴ്ച പുലർച്ചെ പോലീസ് പട്രോളിംഗ് കാറിനെ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. റോഡ് സുരക്ഷിതമാക്കുന്നതിനും ഡ്രൈവറെ തടയുന്നതിനുമായി കൂടുതൽ പട്രോളിംഗിനെ വിളിച്ചതായി ദുബായ് പോലീസ് ട്രാഫിക് വിഭാഗം ഡയറക്ടർ മേജർ ജനറൽ സെയ്ഫ് അൽ മസ്റൂയി പറഞ്ഞു. തുടർന്ന് ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. സഞ്ചാരികളുടെ പ്രിയ മണ്ണായി ഖത്തർ. ഈ വർഷം ഇതുവരെ 33 ലക്ഷം സന്ദർശകർ. റെക്കോർഡ് കുതിപ്പ്. ചൂടുകാലം മാറി തണുപ്പിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന അറബ് മേഖലയിൽ പുതിയ വിനോദസഞ്ചാര സീസണിനും തുടക്കമാകുന്നു. ചുട്ടുപൊള്ളിയ വേനൽക്കാലത്ത് നിന്ന് രാത്രിയിലും പകലിലും സ്വസ്ഥമായ അന്തരീക്ഷത്തിലേക്ക് നാട് മാറുന്നതിനൊപ്പം സഞ്ചാരികളുടെ വരവിലും വർധന ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. GCC രാജ്യങ്ങളിലെല്ലാം ഈ വർഷം സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് ട്രാവൽ ആൻഡ് ടൂർ വേൾഡ് ഉൾപ്പെടെ അന്താരാഷ്ട്ര ടൂറിസം ഏജൻസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഖത്തറിൽ മുൻ വർഷത്തേക്കാൾ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. ഈ വർഷം ആദ്യ 8 മാസത്തിനിടെ ഖത്തറിലെത്തിയ സഞ്ചാരികളുടെ എണ്ണം 33 ലക്ഷം രേഖപ്പെടുത്തി. മുൻവർഷത്തെ ഇതേ കാലയളവിനേക്കാൾ 26% വർധനയാണിത്. ന്യൂസ് ഡെസ്ക്,
സഹ്യ ന്യൂസ് ദോഹ. നാടും വീടും ശുചിയാകട്ടെ. ലോക ശുചീകരണ ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മുനിസിപ്പാലിറ്റി മന്ത്രാലയം. ലോക ശുചീകരണ ദിനത്തിന്റെ ഭാഗമായി കടൽ തീരങ്ങളും പൊതുസ്ഥലങ്ങളും ശുചീകരിച്ചും വൃത്തിയുള്ള ചുറ്റുപാടിന്റെ പ്രാധാന്യം തലമുറകളിലേക്ക് പകർന്നും മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ ശുചിത്വ വാരാചരണം. പൊതുജനങ്ങളിൽ ശുചിത്വബോധം വർദ്ധിപ്പിക്കുക, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ലോക ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് മന്ത്രാലയം തുടക്കം കുറിച്ചത്. ശുചിത്വം എല്ലാവരുടെയും ഉത്തരവാദിത്തം എന്ന തലക്കെട്ടിൽ പബ്ലിക് സർവീസ് അഫയേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലാണ് പരിപാടി. കഴിഞ്ഞ ബുധനാഴ്ച ആരംഭിച്ച ശുചീകരണ ബോധവൽക്കരണ യജ്ഞം 24 വരെ നീളും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ് ദോഹ. ആങ്കർ കമ്പനി പവർ ബാങ്കുകൾ തിരിച്ചു വിളിച്ച് സൗദി. തകരാറുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആങ്കർ കമ്പനിയുടെ ചില മോഡൽ പവർ ബാങ്കുകൾ വിപണിയിൽ നിന്ന് പിൻവലിച്ച് സൗദി വാണിജ്യ മന്ത്രാലയം. ആങ്കർ കമ്പനിയുടെ പോർട്ടബിൾ മാഗ്നറ്റിക് ബാറ്ററികളാണ് വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ ഉത്തരവിറക്കിയത്. ഇവ തിരിച്ചു വിളിക്കുന്നതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. A1642, A1647, A1652 എന്നീ പവർ ബാങ്ക് മോഡലുകളുടെ ഉപയോഗം നിർത്താനും ബാറ്ററി സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിക്കാനും മന്ത്രാലയം അറിയിച്ചു. കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉൽപ്പന്നം തിരികെ നൽകാനും വാങ്ങിയ തുക തിരികെ നൽകാനും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ് റിയാദ്. ഞങ്ങൾ സ്വപ്നം കാണുന്നു, നേടുകയും ചെയ്യുന്നു. 94ാം ദേശീയ ദിന നിറവിൽ സൗദി. സൗദി അറേബ്യ ഇന്ന് 94ാം ദേശീയ ദിനത്തിന്റെ നിറവിൽ. രാജ്യം പിന്നിട്ട വഴികൾ ഓർമ്മപ്പെടുത്തിയാണ് നാടും നഗരവും ആഘോഷത്തിൽ പങ്കുചേരുന്നത്. രാഷ്ട്രസ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവ് ആധുനിക സൗദി അറേബ്യയെ കെട്ടിപ്പടുത്തതിന്റെ വാർഷിക ദിനമാണ് സെപ്റ്റംബർ 23-ന് ആഘോഷിക്കുന്നത്. 2 വിശുദ്ധ മസ്ജിദുകളുടെ സംരക്ഷകരായ രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദും നേതൃത്വം നൽകുന്ന ഈ രാജ്യം പുരോഗതിയും സമൃദ്ധിയും ആഗോളതലത്തിൽ വളർത്തുന്നതിനും രാഷ്ട്രത്തെ ഒരു വഴിവിളക്കായി സ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിടുകയാണ്. അബ്ദുൽ അസീസ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ സൗദ് രാജാവ് രൂപപ്പെടുത്തിയ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് രാജ്യം ഇന്ന് അനുഭവിക്കുന്ന പുരോഗതി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ് ജിദ്ദ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.